നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കോപ്പ അമേരിക്കയിലേക്കുള്ള ദൂരം ഇപ്പോൾ ദൈനംദിനം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വരുന്ന ജൂൺ 21 കോപ്പ അമേരിക്ക ടൂർണമെന്റ് അരങ്ങേറുക. അമേരിക്കയാണ് ഇത്തവണ ആതിഥേയത്വം വഹിക്കുന്നത്. ആകെ 16 ടീമുകളാണ് ഈ ഒരു കിരീടത്തിന് വേണ്ടി പോരടിക്കുന്നത്. നിലവിലെ ജേതാക്കളായ അർജന്റീന, അതുപോലെ തന്നെ നിലവിലെ റണ്ണറപ്പുകളായ ബ്രസീൽ എന്നിവരൊക്കെ തന്നെയാണ് പതിവ് പോലെയുള്ള ഫേവറേറ്റുകൾ. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം goal.com ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് ഈ കോപ്പ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ പ്രഷർ ഉള്ള 10 താരങ്ങളുടെ ലിസ്റ്റാണ് അവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. നമുക്ക് അതൊന്ന് പരിശോധിക്കാം. ഇതിൽ വരുന്ന ഒരു താരം വിനീഷ്യസ് ജൂനിയർ ആണ്. തീർച്ചയായും ബ്രസീലിലെ പ്രഷർ മുഴുവനും വിനീഷ്യസ് ജൂനിയറിലാണ്. ക്ലബിൽ മികച്ച പ്രകടനം നടത്തുമ്പോഴും ബ്രസീലിന്റെ ദേശീയ ടീമിന്റെ ജേഴ്സിയിൽ അത് നടത്താൻ ആകുന്നില്ല എന്ന ഒരു വിമർശനം ഇപ്പോൾ വിനീഷ്യസിന് ലഭിക്കുന്നുണ്ട്. അത് ഒഴിവാക്കണമെങ്കിൽ ഈ ഒരു കോപ്പ അമേരിക്കയിൽ മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് ബ്രസീലിന് ആ ഒരു കിരീടം നേടിക്കൊടുക്കേണ്ടതുണ്ട് വിനീഷ്യസ്. മാത്രമല്ല ബാലൻഡിയോർ പുരസ്കാരം നേടണമെങ്കിൽ അദ്ദേഹത്തിന് കോപ്പ അമേരിക്ക കിരീടം നിർബന്ധമാണ്. അങ്ങനെ നല്ല ഒരു പ്രഷർ വിനീഷ്യസിന് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ ക്രിസ്ത്യൻ പുലിസിച്ച് അമേരിക്കയുടെ സൂപ്പർ താരമാണ്. നമുക്കറിയാം, നേരത്തെ ചെൽസിയിൽ ഇദ്ദേഹം കളിച്ചിരുന്നു. നിലവിൽ ഇറ്റാലിയൻ ക്ലബ്ബായ AC മിലാന്റെ താരമാണ്. ക്ലബ്ബ് തലത്തിൽ മികച്ച പ്രകടനം നടത്തുമ്പോഴും അമേരിക്കയ്ക്ക് വേണ്ടി തന്റെ മികവ് തെളിയിക്കാനുള്ള, അല്ലെങ്കിൽ അമേരിക്കൻ ടീമിനെ മുന്നോട്ട് നയിക്കാനുള്ള ഒരു സുവർണാവസരമാണ് ഇപ്പോൾ ഈ ഒരു കോപ്പ അമേരിക്കയിലൂടെ അദ്ദേഹത്തിന് കൈവന്നിരിക്കുന്നത്. അദ്ദേഹത്തിനും ആ ഒരു പ്രഷർ ഉണ്ട്. അതുപോലെ തന്നെ ഉറുഗ്വേയുടെ സൂപ്പർ താരമായ ഡാർവിൻ നുനസ് ആണ്. മോശം പ്രകടനത്തിന്റെ കാര്യത്തിൽ പലപ്പോഴും അദ്ദേഹത്തിന് വിമർശനങ്ങൾ തന്റെ ക്ലബ്ബായ ലിവർപൂളിലൊക്കെ ഏൽക്കേണ്ടി വരുന്നുണ്ട്. ഇത്തവണ ഉറുഗ്വയെ മുന്നോട്ട് നയിക്കാൻ അദ്ദേഹത്തിന് കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ ആരാധകർ പ്രതീക്ഷിക്കപ്പെടുന്നത്. അത്തരത്തിലുള്ള ഒരു പ്രഷർ അദ്ദേഹത്തിനുണ്ട് എന്നതാണ്. അതുപോലെ തന്നെ മോയിസസ് കൈസേഡോ, നമുക്കറിയാം ചെൽസി വലിയ ഒരു തുക നൽകിക്കൊണ്ട് സ്വന്തമാക്കിയ താരമാണ് കൈസേഡോ. പക്ഷെ അദ്ദേഹത്തിന് ആ ഒരു മികവ്, ആ ഹൈപ്പിനോടനുബന്ധിച്ചുള്ള മികവ് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും ഇക്കഡോറിന്റെ പ്രതീക്ഷകൾ കൈസേഡോയിലാണ്. അദ്ദേഹത്തിന് ആ ഒരു പ്രതീക്ഷക്കൊത്ത പ്രകടനം ഈ ഒരു കോപ്പ അമേരിക്കയിൽ പുറത്തെടുക്കേണ്ടതുണ്ട്. എൻട്രിക്കിന്റെ കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. 17 വയസ്സ് മാത്രമുള്ള ഈ ഒരു താരം കഴിഞ്ഞ 2 മത്സരങ്ങളിലും ബ്രസീലിന്റെ ദേശീയ ടീമിന് വേണ്ടി മികച്ച പ്രകടനം നടത്തി. അദ്ദേഹം കോപ്പ അമേരിക്കയിലും തിളങ്ങും എന്നുള്ള ഒരു പ്രതീക്ഷ ആരാധകർക്കുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രഷർ അദ്ദേഹത്തിന് ഇപ്പോൾ ഉണ്ട് എന്നതാണ്. ഇനി അർജന്റീൻ സൂപ്പർ താരമായ ലൗറ്ററോ മാർട്ടിനസിനെ കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പിൽ അർജന്റീൻ താരങ്ങൾ എല്ലാവരും മിന്നിയപ്പോൾ നിരാശപ്പെടുത്തിയ ഏക താരം ലൗറ്ററോയാണ്. അതിനുശേഷം ഇന്റർ മിലാന് വേണ്ടിയൊക്കെ മിന്നുന്ന പ്രകടനം അദ്ദേഹം നടത്തുന്നുണ്ട്. പക്ഷെ അർജന്റീന ദേശീയ ടീമിന്റെ ജേഴ്സിയിൽ അത് ഇപ്പോൾ ആവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. അതിന് തടയിടാനുള്ള ഒരു സുവർണാവസരമാണ് ഈ ഒരു കോപ്പ അമേരിക്കയിലൂടെ ലൗറ്ററോക്ക് കൈവന്നിട്ടുള്ളത്. അദ്ദേഹം മികച്ച പ്രകടനം നടത്തും എന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. അതിന്റെ സമ്മർദ്ദം തീർച്ചയായും അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ജിയോ റെയ്ന അമേരിക്കയുടെ താരമാണ്. മുൻപ് ബൊറൂസിയയിൽ മികച്ച പ്രകടനം അദ്ദേഹം നടത്തിയിരുന്നു. പക്ഷേ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൽ വളരെ മോശം പ്രകടനമാണ് ഈ സീസണിൽ ലോൺ അടിസ്ഥാനത്തിൽ കളിച്ച ജിയോ റെയ്ന നടത്തിയിട്ടുള്ളത്. അമേരിക്കയ്ക്ക് വേണ്ടി അദ്ദേഹം ഈ ഒരു കോപ്പ അമേരിക്കയിൽ തിളങ്ങും എന്നുള്ള പ്രതീക്ഷ ആരാധകർക്കുണ്ട്. ആ ഒരു പ്രഷർ അദ്ദേഹത്തിനും ഉണ്ട് എന്നതാണ്. അതുപോലെ തന്നെ ലൂയിസ് ഡയസ് ഇനി കൊളംബിയയെ മുന്നോട്ട് നയിക്കേണ്ടത് അദ്ദേഹമാണ്. കൊളംബിയയുടെ പ്രഷർ മുഴുവനും ഇപ്പോൾ ലൂയിസ് ഡയസിന്റെ ചുമലിലാണ് എന്ന വസ്തുത നമ്മൾ മറക്കാൻ പാടില്ല. അതുപോലെ തന്നെ ലുക്കാസ് പക്കാറ്റ, ബ്രൂണോ ഗൊയ്മറസ്, ഈ 2 മധ്യനിര താരങ്ങൾ പ്രീമിയർ ലീഗിൽ തങ്ങളുടെ ക്ലബ്ബുകൾക്ക് വേണ്ടി മികച്ച പ്രകടനം നടത്തുന്നവരാണ്. പക്ഷെ ബ്രസീലിൽ അതിനനുസരിച്ചുള്ള ഒരു പ്രകടനം പുറത്തേക്ക് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. അതുകൊണ്ട് തന്നെ ഈ കോപ്പ അമേരിക്കയിൽ അതിൻ്റെതായ എല്ലാ സമ്മർദ്ദങ്ങളും ഈ 2 മധ്യനിര താരങ്ങൾക്കും ഉണ്ട്. പക്കാറ്റയും ബ്രൂണോ ഗുയിമറസും മികച്ച പ്രകടനം ഈ ഒരു കോപ്പയിൽ പുറത്തെടുക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. അതിന്റെ സമ്മർദ്ദം തീർച്ചയായും അവർക്കുണ്ടാകും. അതുപോലെ തന്നെ മറ്റൊരു താരം, അല്ലെങ്കിൽ 10ാമത്തെ താരമായിക്കൊണ്ട് നമ്മൾ പറയേണ്ടത് അത് സാക്ഷാൽ ലയണൽ മെസ്സിയാണ്. മുൻപത്തെ ടൂർണമെന്റുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മെസ്സിക്ക് അത്ര പ്രഷർ ഇല്ല എന്ന് പറയേണ്ടി വരും. കാരണം 2021 കോപ്പ അമേരിക്കയിൽ മെസ്സി അനുഭവിച്ച പ്രഷർ, അതിന് മുൻപത്തെ ടൂർണമെന്റുകളിലൊക്കെ മെസ്സി അനുഭവിച്ച പ്രഷർ അതിന്റെ പാരമ്യതയിലായിരുന്നു. പക്ഷെ 2021 കോപ്പ നേടി, പിന്നീട് ഫൈനലിസിമ നേടി, വേൾഡ് കപ്പ് നേടി. എല്ലാ സമ്മർദ്ദങ്ങളും മെസ്സി ചുമലിൽ നിന്നും ഇറക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഒരു കോപ്പയിൽ മെസ്സിക്ക് സമ്മർദ്ദമില്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം നിലവിലെ ജേതാക്കൾ അർജന്റീനയാണ്. അപ്പോൾ ആ ഒരു കിരീടം അർജന്റീനക്ക് നിലനിർത്തേണ്ടതുണ്ട്. മെസ്സിയുടെ നായകത്വത്തിൽ തന്നെ ആ കിരീടം നിലനിർത്തേണ്ടതുണ്ട്. എന്നാൽ മാത്രമാണ് ഈ ഒരു മൊമെന്റം അടുത്ത വേൾഡ് കപ്പ് വരെ തുടർന്ന് പോകാൻ സാധിക്കുകയുള്ളൂ. ഈ കോപ്പ അമേരിക്കയിൽ അവർക്ക് കിരീടം നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അർജന്റീനക്ക് ചെറിയ ഉലച്ചിലുകൾ സംഭവിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു സമ്മർദ്ദം, കിരീടം നിലനിർത്തുക എന്ന സമ്മർദ്ദം തീർച്ചയായും ലയണൽ മെസ്സിക്കുണ്ട് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല.
ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഒരു വീണ്ടും കാണാം.